നമസ്കാരം. കൃഷിദർശനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാർഷിക കേരളത്തിൻ്റെ പ്രതീക്ഷയായി നീര വളരുകയാണ്. ഒരു തെങ്ങിൽ നിന്നും പ്രതിമാസം 1500 രൂപ വരെ കേര കർഷകന് വരുമാനം നൽകുന്ന നീര. ഇത് ചെത്താനിറങ്ങുന്നവർക്കാകട്ടെ പ്രതിമാസം 30,000 രൂപയുടെ വരുമാനമാണ് നീട്ടുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ നീര വിശേഷങ്ങൾ ഞങ്ങൾ പകർന്നിരുന്നു. ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം. കേരളത്തിൽ 18 കോടി തെങ്ങുകൾ ആകെയുണ്ടെന്നാണ് കണക്ക്. ഇതിൻ്റെ 1% നീര് ചെത്താൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാലും 18 ലക്ഷം തെങ്ങുകൾ ചെത്താനാവും. ഇതിന് ഏകദേശം 1 ലക്ഷത്തോളം നീര ടെക്നീഷ്യൻസിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് ഈ പരിശീലന കളരിയുടെ പ്രാധാന്യം. നമുക്കിവിടെ പങ്കെടുക്കുന്ന ഒരു ടെക്നീഷ്യനോട് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പേരെന്താണ്? അഭിലാഷ്. അഭിലാഷ്, എത്ര ദിവസമായിട്ട് ഈ പരിശീലനങ്ങൾ വരുന്നത്? നിലവിൽ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ പരിശീലനമൊക്കെ? കുറച്ച് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഈ പുറമെ കാണുന്ന പോലെ നീരെക്കുറിച്ച് വലിയൊരു അവാദമില്ല. നമ്മൾ നേരത്തെ FOCT, ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ എന്ന ചങ്ങാതി പരിശീലനം കഴിഞ്ഞവരാണ്. പക്ഷെ അന്ന് നമുക്ക് ഒരു ദൂരെ കൂടിയുള്ള ഒരു അറിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ 10 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് സാധ്യത മനസ്സിലാക്കിയത്? സാധ്യത മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാടിന് പോലും കേരളം എന്നുള്ള പേരുണ്ട്. പക്ഷേ ആ കേരയുടെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അക്ഷയ ഖനിയായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നീരെക്കുറിച്ച്. അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് വൈകിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി CDBക്ക്, പ്രത്യേകിച്ചും ജോസ് സാറിനൊക്കെ നന്ദി പറയുന്നത്. കാരണം ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിലേക്ക് താഴ്ത്തി ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും ഇപ്പോൾ ഇതൊരു കോക്കനട്ട് കമ്പനിയുടെയും പിന്നെ ഇത് ഫെഡറേഷൻ്റെയൊക്കെ കീഴിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രിതല സംവിധാനമൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക്, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ അനന്ത സാധ്യതയാണ് തൊഴിൽ മേഖല വരാൻ പോകുന്നത്. ഇത് ടെക്നീഷ്യന്മാർ മാത്രമല്ല, ഇതിൻ്റെ അനുബന്ധമായിട്ട് മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളാണ് നിലവിൽ നീര നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു പരിശീലനം കിട്ടി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അഭിലാഷിന് ധൈര്യമുണ്ടോ? നമുക്ക് നീര ചെത്താൻ പറ്റും? തീർച്ചയായും. ഇപ്പോൾ നമുക്കിത് സാധാരണ ഇതിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു അനുഭവം കൊണ്ടാണ് ഇതിൽ വരിക. നേരത്തെ മാഷുമാർ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 42 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം പഠിച്ചെടുക്കാനാണ് കഴിയുന്നത്. കാരണം അത് അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതിൽ നിന്ന് കൂടുതൽ അറിവ് ഏത് തൊഴിലാളികളും ഉണ്ടാവുമല്ലോ. എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന കഴിവുകൂടെ പ്രയോജനപ്പെടുത്താമെങ്കിൽ വലിയൊരു സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ നൽകേണ്ടത്, പ്രത്യേകിച്ച് നീര ചെത്തുമ്പോൾ? ഈ നീര ചെത്തുമ്പോൾ നമുക്ക് തോന്നുന്നു അതിൽ ചെയ്യേണ്ട പ്രധാനമായിട്ട് ഈ പറയുന്ന പോലെ കൈവിടക്കം, നമ്മൾ ആ കൂമ്പിനെ പരുവപ്പെടുത്തി എടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് പ്രധാനമായിട്ടും വരുന്നത് ഈ ടെക്നോളജി അനുസരിച്ച്. അപ്പോൾ അതിന് കൈവിടക്കം, ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന മുറയ്ക്കാണ് നീര വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നീര വരുന്ന മുറയ്ക്ക് ഇത്രയും കാലം ഈ തെങ്ങുകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒരു സംരക്ഷണം കൊടുത്തു വളർത്തുന്ന രീതി ഇല്ല ഇപ്പോൾ അത് വളരെ കുറവാണ്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി കേര പ്രത്യേകിച്ച് സംരക്ഷിക്കുവാനും അത് നടുന്നത് തൊട്ട് അതിൻ്റെ ഉൽപ്പാദനം എടുക്കുന്നത് വരെ നല്ല രീതിയിൽ കെയർ ചെയ്യാനുള്ള ഒരു ശ്രദ്ധ വരും. കാരണം ഉൽപ്പാദനത്തിൻ്റെ വരുമാനം കൂടാൻ പോവുകയാണ്. ഒരു തെങ്ങിൽ നിന്ന് പറയുന്ന കണക്കിനാണെങ്കിൽ 1500, 2000, 2500 രൂപയൊക്കെ ഒരു മാസം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു തെങ്ങിൽ നിന്ന് ഒരു കർഷകന് 1500 രൂപ മാസം കിട്ടുമ്പോൾ ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിൽ അഭിലാഷിന് ഒരു ദിവസം എത്രയുണ്ട് പ്രതീക്ഷ? ടെക്നീഷ്യൻ എന്നുള്ള ഇപ്പം നിലവിൽ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അളവാണ്. നമ്മളൊരു ടെക്നീഷ്യൻ നമ്മുടെ കഴിവ് വിലയിരുത്തുന്നത് ആ തെങ്ങിൽ നിന്ന് നീരെടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന അളവാണ്. അപ്പോൾ തെങ്ങ് പലതരത്തിലുണ്ടെങ്കിലും ഒരു തെങ്ങിൽ നിന്ന് നമ്മൾ 1 ലിറ്ററോളം നീരെടുത്ത് ആ നീരയുടെ വിപണി മൂല്യത്തിൻ്റെ നേര് പകുതി കർഷകന് കൊടുക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പകുതി നമുക്ക് കിട്ടുമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു തെങ്ങിൽ നിന്ന് 1 ലിറ്റർ നീര് ശേഖരിക്കുമ്പോൾ 50 രൂപ കർഷകന് പോകുമ്പോൾ 50 രൂപ CDBക്കും ഒപ്പം ടെക്നീഷ്യനും അല്ലേ, അതിന് 25 രൂപ ടെക്നീഷ്യന് കിട്ടുമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 20 തെങ്ങ് ദിവസേന ചെത്താൻ പറ്റി കഴിഞ്ഞാൽ ഒരു 500 രൂപ അല്ല അതിന് മുകളിലുള്ളൂ ഉണ്ടാവും. കാരണം ഒന്ന് നീര കൂടുതലാകുമ്പോൾ തെങ്ങുകളും കർഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനവും കൂടും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സേവനം ഈ ഒരു ട്രെയിനിങ്ങിന് പുറമെ?
ഇപ്പം നമുക്ക് ഇവിടെ എല്ലാ സൗകര്യവും പിന്നെ പ്രാഥമികമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയും പോലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള ഭക്ഷണം ഒക്കെ ചെയ്തു തരുന്നുണ്ട്. അതിന് ട്രെയിനിങ് തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നീരെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ നീരെടുക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ പറയുന്ന അതിൽ ഹെൽത്തായിട്ട് തന്നെ അതിനെ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ വ്യക്തി ശുചിത്വവും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അല്ല നമ്മുടെ സ്വഭാവം, ജീവിതത്തിലെല്ലാം എല്ലാ വിവിധ മേഖലയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് തരുന്നുണ്ട്. എന്തായാലും അഭിലാഷ് തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് അല്ലേ? ഒപ്പം കൂടെയുള്ളവരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 42 ദിവസത്തെ പരിശീലനം കഴിയുമ്പോഴത്തേക്കും ഈ കേരളത്തിൻ്റെ കേര മേഖലയിലേക്ക് കടന്നു ചെന്ന് നാടിനും കേര കർഷകർക്കും ഒപ്പം നിങ്ങൾക്കും ഇത് തുണയാകട്ടെ എന്നുള്ള വിജയാശംസകളാണ് ദൂരദർശൻ കൃഷിദർശൻ നൽകുന്നത്. ഓക്കെ. നീരയ്ക്ക് തെങ്ങ് സെലക്ട് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള തെങ്ങായിരിക്കണം. അതിന് രോഗബാധകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ 30-നും അതിന് മേളിൽ 30-35 അതിന് മേളിൽ ഓല ഉള്ള തെങ്ങുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൊലകളെന്ന് വെച്ചാൽ 12 മുതൽ 16 വരെ കൊലകളുള്ള തെങ്ങായിരിക്കണം. പൂർണ്ണ ആരോഗ്യമുള്ള തെങ്ങ് മാത്രമേ നമ്മൾ നീരയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയുള്ളൂ. നമ്മൾ ഒരു ആരോഗ്യമുള്ള തെങ്ങ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ തെങ്ങിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ചവിട്ടി വെച്ച് കെട്ടുകയാണ്. ചവിട്ടി വെച്ച് കെട്ടി ഒരു ടെക്നീഷ്യൻ തെങ്ങിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആ തെങ്ങിൻ്റെ മുകളിലുള്ള കോഞ്ഞാട്ടകളെല്ലാം വലിച്ചു മാറ്റി തെങ്ങ് പരിപൂർണമായിട്ട് വൃത്തിയാക്കുന്നു. വേറെ അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മണ്ടരിയോ അങ്ങനെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് നിരീക്ഷിക്കുക. അത് കഴിഞ്ഞ് പൂർണ്ണമായും തെങ്ങ് വൃത്തിയാക്കിയതിന് ശേഷം തെങ്ങിൻ്റെ മുകളിൽ കയറി നമ്മൾ കൊണ്ടുപോകുന്ന മരുന്ന് തെങ്ങിൻ്റെ മേൾ മൊത്തം കൊലകളിലും മടലിലും എല്ലാം നല്ല രീതിയിൽ മരുന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് കൂമ്പിലും മരുന്നടിച്ച് ഡിസ്റ്റിലർ വാട്ടർ ഉപയോഗിച്ച് കൂമ്പ് നന്നായി കഴുകി അത് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് ഈർപ്പ് രഹിതമായതിന് ശേഷം അതിൽ ചെറിയ കയറുപയോഗിച്ച് തിരുക്കിടുന്നു. തിരുക്കിട്ട് 1-2 ദിവസം നമ്മളതിന് റെസ്റ്റ് കൊടുക്കുകയാണ്, ആ തിരുക്കൊന്ന് നല്ല ടൈറ്റാകുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒരു ചെത്തുകാരുടെ ഇതനുസരിച്ച് ചൊവ്വയോ വെള്ളിയാഴ്ചയോ ഉള്ള ദിവസം നോക്കിയിട്ട് നമ്മളതിൽ തല്ലി തുടങ്ങുന്നു. തല്ലി 3-ൻ്റെന്നോ 5-ൻ്റെന്നോ കൊലമുഖം കട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് അണുവിമുക്തമാക്കിയ സ്റ്റെറിലൈസ് ചെയ്ത നെറ്റ് വെച്ച് കെട്ടുന്നു. ഒരു കാരണവശാലും ഇതിൽ വേറെ കീടങ്ങളൊന്നും വന്നിരിക്കാത്ത വണ്ണമാണ് നമ്മളിത് ചെയ്യുന്നത്. എപ്പോഴും പരിപൂർണമായ വൃത്തി നീരയ്ക്ക് അത്യാവശ്യമാണ്. തുളി എന്ന് ഉദ്ദേശിക്കുന്നത് നീര ചെറിയ രീതിയിൽ കൂമ്പിനുള്ളിൽ നിന്നും കനിഞ്ഞ് വരാറാകുമ്പോൾ അതിൽ നമ്മൾ അണുവിമുക്തമാക്കിയ ചെളി, ഓട്ടോക്ലേവ് ചെയ്ത ചെളി നമ്മൾ അതിൻ്റെ മേളിൽ തേക്കുന്നു. തേച്ചതിന് ശേഷം അതിന് മേളിൽ ഈ നെറ്റ് ഉപയോഗിച്ച് തന്നെ വെച്ച് കെട്ടുന്നു. നല്ല രീതിയിൽ നീര ഒഴുകി തുടങ്ങുമ്പോൾ ഈ അണുവിമുക്തമാക്കിയ ചെളി കൂമ്പിൻ്റെ സൈഡിൽ തേച്ചതിന് ശേഷം നമ്മൾ നീര എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓലപ്പുളി എടുത്ത് അതിനെ വെള്ളത്തിൽ കഴുകി നല്ലതുപോലെ കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൂമ്പിൽ കെട്ടുന്നു. ഈ കെട്ടി അത് നീര നല്ല രീതിയിൽ വരുന്ന ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം കത്തി കൊണ്ട് മുറിച്ച് വൃത്തിയാക്കി വെക്കുന്നു. നീര ശേഖരിക്കാറാകുമ്പോൾ നമ്മൾ കൂമ്പിൽ മാട്ടം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ അതിൽ മാട്ടം താങ്ങി വെച്ച് കെട്ടുന്നു. ഈ മാട്ടത്തിനുള്ളിലോട്ട് വേറെ പ്രാണികളൊന്നും കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ വളയോല നമ്മൾ ഓല കൊണ്ട് ഒരു വളയോല ഉണ്ടാക്കി അതിലിടുന്നു. അതിട്ടതിന് ശേഷമാണ് കൂമ്പിൻ്റെ മുകൾ ഭാഗത്ത് ഓലപ്പൊളി വെച്ച് കെട്ടുന്നത്. ഓലപ്പൊളി നല്ല ഓലപ്പൊളി നോക്കി സെലക്ട് ചെയ്യുക. അതിനെ വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകി കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കൂമ്പിലത് കെട്ടുന്നത്. കെട്ടി കൂമ്പ് ചെത്തി ഒരുക്കിയതിന് ശേഷം അതിൽ ചെളി തേച്ച് ഈ ചെളി തേക്കുമ്പോൾ പോലും നമ്മൾ കയ്യിൽ ഗ്ലൗസ് അണിയുകയാണ്. ഒരു വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മളിതിൽ ചെയ്യുന്നില്ല. കയ്യിൽ ഗ്ലൗസ് അണിഞ്ഞാണ് നമ്മൾ ചെളി തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോകുന്ന ക്യാന് ഒരു 3 പ്രാവശ്യമെങ്കിലും ഡിസ്റ്റിലർ വാട്ടർ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്നു. കഴുകിയ ആ ക്യാനിൽ AFX ലായനി ഒഴിക്കുന്നു. 1 ലിറ്റർ നീരയ്ക്ക് 10 ml എന്ന കണക്കിനാണ് AFX ലായനി ഒഴിക്കുന്നത്. ഇത് ഒഴിച്ച് ആ ക്യാന് നന്നായിട്ടൊന്ന് കറക്കി അതിന് എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ ആയതിനു ശേഷം അത്
കൂമ്പിലോട്ട് ഭദ്രമായിട്ട് കമഴ്ത്തി വയ്ക്കുന്നു. ഇപ്രകാരമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത്. ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യം നീര ശേഖരിക്കുന്നു. രാവിലെയും വൈകുന്നേരവുമാണ് നീര ശേഖരിക്കുന്നത്. ഒരു തെങ്ങ് നമ്മൾ സെലക്ട് ചെയ്ത് ചെത്തി തുടങ്ങി ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും ഒരുവിധം നീര ഊറി തുടങ്ങും. കൂമ്പിൻ്റെ പകുതി ഭാഗം ആയി തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നീര കിട്ടിത്തുടങ്ങും. നീര പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഒപ്പം നമ്മൾ അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ഈ രീതിയിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലൊരു ആശങ്കയുണ്ട്. നീര എന്ന് വെച്ചാൽ കള്ളാണോ, അല്ലെങ്കിൽ നീരയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഒരു 200 മില്ലി ബോട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ 30 രൂപ വാങ്ങിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത്രയ്ക്കുള്ള ഒരു മൂല്യം എന്താണെന്ന്. എന്താണ് സാർ നീരയുടെ മൂല്യം? നീര ഏത് കള്ള ഏത് എന്ന് ജനത്തിന് തിരിച്ചറിഞ്ഞുണ്ട്. തെങ്ങിൽ നിന്നെടുക്കുന്ന എല്ലാം കള്ളാണ് എന്നൊരു ധാരണ നമ്മുടെ ജനത്തിനുണ്ട്. അല്ല, തെങ്ങ് ഒരിക്കലും കള്ള് തരുന്നില്ല, പശു ഒരിക്കലും തൈരും തരുന്നില്ല. ഇത് 2 പ്രക്രിയയും നമ്മളിവിടെ വെച്ച് നാം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നീര മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അത് ദൈവത്തിൻ്റെ നാട്ടിലെ ഒരു വരദാനമായ ഒരു പാനീയമാണ്. പിന്നെ നീരയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അതിലെ പ്രധാനമായ പഞ്ചസാരയുടെ അളവ് തന്നെ കുറവാണ്. ഡയബറ്റീസുകാർക്ക് കൂടെ കഴിക്കാം. ഇത് തന്നെയാണ് 14.5% ഉള്ള ഒരു നീരയുടെ 500 ഗ്രാം നീരയിൽ അതിൻ്റെ റെഡ്യൂസ് ചെയ്യുന്നതിന് 5% റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ 9% സംതിങ് മാത്രമേ നമ്മുടെ ശരീരത്തെ അവശേഷിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് വിദേശ രാജ്യങ്ങളിൽ നീര ഉൽപ്പന്നങ്ങൾക്കും വളരെ ഡിമാൻഡ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം കൂടുതലാണ്. പൊട്ടാസ്യത്തിൻ്റെ അംശം നമുക്ക് ഉണ്ടാകുന്നു. പിന്നെ ഇതിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങളുണ്ടാകും. ഇതിനൊരു ഔഷധം കൂടെയാണിത്. അതും കൂടെ മനസ്സിലാക്കണം. സാധാരണ പാനീയം പോലെ ഒരു ഔഷധം കൂടിയാണ് ഇത്. ആസ്മ, വയർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എല്ലാത്തിനും ഇത് ഒറ്റമൂലിയാണ്. പണ്ട് കാലങ്ങളിൽ ഇത് ഒറ്റമൂലിയായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ ഇതിവിടെ നിന്ന് ഇത് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സമ്പുഷ്ടമായ ഈ പാനീയത്തെ നാം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആരോഗ്യപ്രദമാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ആഭാരവൃത്തം ജനങ്ങൾക്കും കഴിക്കാവുന്ന പാനീയമാണ്. കയറ കർഷകനെ സംബന്ധിച്ചോളം വളരെ ഒരു വെല്ലുവിളിയാണ്. കാരണം അവൻ്റെ ഉൽപ്പന്നം ആരെടുക്കും, എന്ത് വില കിട്ടും എന്ന് നിശ്ചയിക്കുന്നതിന് ഒരു സംവിധാനം വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവനൊരു ആകാംക്ഷയിലും കൂടെയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ച് അവൻ്റെ ആകാംക്ഷയ്ക്കും അവൻ്റെ വെല്ലുവിളികൾക്കുമൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഈ കമ്പനിക്ക് കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. അതിനോടാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ നടക്കുന്ന ഈ ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് തോട്ടം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എക്സൈസ് നമ്പറിട്ട് കഴിഞ്ഞു. അവരതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഈ ഉൽപ്പന്നത്തെ നമുക്കെല്ലാവർക്കും, ഞാൻ പറയുന്ന ഈ ദൃശ്യമാധ്യമക്കാർക്കും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഒരു കൈ മുന്നോട്ട് സഹായിക്കാമെങ്കിൽ ഗൾഫിൽ ആർക്കും പോകേണ്ടി വരില്ല. ഇവിടെ തന്നെ ഗൾഫിനേക്കാൾ വളരെ നേട്ടമുണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണ്ടുന്ന സമ്പത്ത് കണ്ടെത്താൻ സാധിക്കും. മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങ്, ഞാൻ മുറ്റത്ത് ഒരുപാട് തെങ്ങ് നിൽക്കാൻ നോക്കില്ലല്ലോ, 22 അടി അകലത്തിലല്ലേ നിൽക്കാം. ഒരു തെങ്ങ് ചെത്തിയാൽ നമുക്ക് 1 ലിറ്ററേ കിട്ടുന്നുള്ളൂ. മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ നമ്മൾ വളപ്രയോഗങ്ങളൊന്നും അധികമില്ല. 1 ലിറ്ററേ കിട്ടുന്നു എങ്കിൽ ആ 1 ലിറ്ററിന് നമുക്കിന്ന് ഞങ്ങൾ കൊടുക്കുന്ന വില 100 രൂപ. ആ 100 രൂപയിൽ 50 രൂപ കർഷകന്, 50 രൂപ ഞങ്ങളുടെ മറ്റ് പ്രോസസ്സിങ്ങിനും നീര എടുക്കുന്ന ടെക്നീഷ്യനും ആയിട്ട് മാറ്റപ്പെടും. ഈ 50 രൂപ വെച്ച് ഒരു മാസം എത്ര രൂപയായി? 1500 രൂപയായി. ഇന്ന് അവൻ ഒരു തെങ്ങിൽ നിന്ന് എന്ത് കിട്ടുന്നു? അതേ തെങ്ങിൽ നിന്ന് ചിലപ്പോൾ 45 ദിവസം കഴിയുമ്പോൾ 2 അരി പിടിച്ച 3-4 തേങ്ങ കിട്ടും. ഇത്ര തന്നെ. അതിൽ നിന്ന് എന്തുമാത്രം മാറ്റമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്? ലളിതമായാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരുപാട് വലിയ കണക്കുകൾ പറഞ്ഞ് ആശയക്കുഴപ്പത്തിലിടുന്നില്ല. ചെറിയ കണക്കാണ്. ഈ കണക്ക് മാത്രം മതി കർഷകൻ കണ്ടുപിടിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയും ഇന്നുമായി 2 ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിൻ്റെ നീര പ്രതീക്ഷകളിലേക്കാണ് കടന്നു ചെന്നത്. ഒപ്പം അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ നീര വിശേഷങ്ങളിലേക്കും. ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി നീര മാറുകയാണ്. ഇതാണ് 2 ദിവസങ്ങളിലായി പ്രേക്ഷകർ കണ്ടറിഞ്ഞത്. കൃഷിദർശൻ്റെ നീര വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.